So hello guys, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലോ. എന്തായാലും നമ്മൾ അവസാനമായിട്ട് ബിഗ് ബോസിന്റെ പാർട്ട് ഇട്ടിട്ട് ഏകദേശം 8 ദിവസം. ഈ 8 ദിവസത്തെ ആ ബിഗ് ബോസ് എന്തൊക്കെ മണ്ടത്തരങ്ങൾ, എന്തൊക്കെ മോഷണം പോയി കാണും, എന്തൊക്കെ അടി ഉണ്ടായി കാണും, ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് ഇന്ന് പരിശോധിക്കണം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ 8 ദിവസത്തിനുള്ളിൽ 8 വർഷത്തേക്ക് ആൾക്കാർക്ക് റോസ്റ്റുള്ള കണ്ടന്റ് ആയിരിക്കും അവർ ഇട്ട് തന്നേക്കുന്നത്. നമുക്ക് അതെല്ലാം നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബും ചെയ്തേരെ. നമ്മൾ 11K ആവാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്തേരെ, വലിയ എനേബിൾ ചെയ്തിട്ടേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ എന്തുവാ? എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. കഷ്ടം. എന്തോ അത്? ഇത് സംഭവം എന്താന്ന് ഞാൻ പറയാം. ഗിസേലിന്റെ ഒരു മേക്കപ്പ് ഐറ്റം ഈ അനുമോള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഗിസയിലിട്ടൊരു പേരാ ചപ്പാത്തി കള്ളി. അതിപ്പോ ഫേമസ് ആ ബിഗ് ബോസിനകത്ത്. ഓക്കെ, ബാക്കിയാക്കാം. അത് പറഞ്ഞു, പിന്നെ കട്ടെടുക്കുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ് ഇപ്പം വേണ ഞാൻ അവിടെ അനിയത്തിപ്പോലെ കാണുന്നു. ആ കുട്ടി വന്നിട്ട് എന്നെ ചപ്പാത്തി കള്ളിന്ന് പറഞ്ഞു. ഇതൊന്നും ബിഗ് ബോസ് ഇപ്പൊ കോടതിയായിട്ട് പറയും. തൊട്ടനും പിടിച്ചതിനും എല്ലാം കംപ്ലൈന്റ്. ചപ്പാത്തി അടിച്ചു പറ്റിയിട്ട് കംപ്ലൈന്റ്, ദോശ അടിച്ചു പറ്റിയിട്ട് കംപ്ലൈന്റ്, പിച്ചേനും നുള്ളിനും മാന്തേനും വരെ കംപ്ലൈന്റ്. ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ പ്രശ്നേഷന്റെ ആളാ. വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് കെട്ടനും സാനിറ്റൈസർ കെട്ടനും വരെ കംപ്ലൈന്റ്. ആ, ബാക്കിയാക്കട്ടെ. വേണ ഞാൻ അവിടെ അനിയത്തിപ്പോലെ കാണുന്നു. ആ കുട്ടി വന്നിട്ട് എന്നെ ചപ്പാത്തി കള്ളിന്ന് പറഞ്ഞു. എന്തായാലും അനുമോളെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക. പിന്നെ ഈ റെനയുടെ കാര്യം, ഈ റെനെ മിക്കവാറും നമ്മുടെ വീഡിയോ ആണെന്ന് 70% ആൾക്കാർക്കും അറിയായിരിക്കും. ഈ പുള്ളിക്കാരി സോളോ വിന്നറിനെ ഒന്ന് റോസ്റ്റ് ചെയ്തായിരുന്നു പണ്ട്, ഒരു വർഷം മുമ്പ്. അങ്ങനെ നമ്മുടെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും മിക്കവർക്കും. ഈ കൊച്ച അനുമോളെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു അതങ്ങ് കൊണ്ട്. പിന്നെ എന്തൊക്കെയാ ഇതെന്ത് കുടുംബ കോടതിയാക്കുമെന്ന് ബിഗ് ബോസ് എല്ലാവരും കൂടെ നോക്കിക്കോടല്ലേ. നഴ്സറി പിള്ളേർ കൂട്ട് അയ്യോ എന്റെ കുറുക്ക് കെട്ടോണ്ട് ഈ കുറുക്ക് കള്ളി, അയ്യോ എന്റെ വള കെട്ടോണ്ട് ഈ വളക്കള്ളി, ഇതെന്തോ ഇത്. മിക്കവാറും ബിഗ് ബോസ് നേരിട്ട് ഇറങ്ങിയെന്ന് എല്ലാത്തിനും അടിച്ചിറക്കിയിട്ട് ആ ബിഗ് ബോസും പൂട്ടിയിട്ട് വീട്ടിൽ പോകാൻ നോക്കും. എന്തായാലും അനിമോള് ചേച്ചി ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് കണ്ടന്റ് കള്ളി എന്ന് വിളിക്കായിരുന്നു കേട്ടോ. എന്തോ ഉള്ളേ, അവക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ വന്ന് അനുമോളെടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി അതങ്ങ് കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ച്. ഈ യൂട്യൂബ് നടത്തുന്നവർക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉള്ളവർക്കും കണ്ടന്റ് ഇല്ല. അവർക്കും കണ്ടന്റ് കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ തന്നെ കുത്തണം. ഇനി നമുക്ക് നേരെ അനുമോളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് റെനയിലോട്ട് പിടിക്കാം. ഒരു ചീവീട് കിടന്ന് ചെവിക്കകത്ത് കിടന്ന് ചലക്കുന്ന കൂട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ സംഭവം ഒന്ന് ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ട് നോക്ക്. എന്തായാലും ചെവിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ റെന തന്നെ അതിനകത്ത് ഇടുന്ന് പറയുന്നത് എന്നെ ഒരു ആരും കുട്ടിയായിട്ട് കാണല്ലേ, എനിക്ക് അത്യാവശ്യം പക്വതയൊക്കെ ഉണ്ട്, എനിക്ക് നിങ്ങളുടെ കൂട്ട് തന്നെ കളിക്കാൻ അറിയാം, എനിക്ക് അത്യാവശ്യം ഗെയിം അറിയാം, അത്യാവശ്യം സ്ട്രാറ്റജി അറിയാം. എന്നിട്ട് ചില സമയം അതിനകത്ത് എടുത്ത് കാണിക്കുന്നതോ. എന്റെ ഒരു അഭിപ്രായത്തിൽ നഴ്സറി പഠിക്കുന്ന കൊച്ചുങ്ങളെ അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും പക്വത കാണിക്കും. പിന്നെ എന്താ പറയുക, മൃഗശാലയെന്നോ വല്ല ചാടി വന്നെയാന്നോ. ഈ കൊച്ചെന്നോ അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചേ. അനുമോക്ക് തിരിച്ച് പാൽക്കുപ്പിന്ന് വിളിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത കാണാം. തിരിച്ചറിയാതെ പോകരുത്. സേഫ് ഗെയിം കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ വാഴകളൊക്കെ എടുത്ത് കളയുമെന്നാ പിന്നെ രണെ ആദ്യം എടുത്ത് കള ഓടിക്കണം. കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കാണ് കണ്ടോ? ബിഗ് ബോസിനും വേണ്ടത് കണ്ടന്റ് തന്നെ, അല്ലാതെ ഇവരുടെ കൂട്ടുള്ള ദോശ കട്ടതും ചപ്പാത്തി കട്ടതും മുട്ടായി കട്ടതൊക്കെ കേസായിട്ട് കൊടുക്കുന്നതല്ല. ബിഗ് ബോസിന്റെ റീച്ച് വേണമെങ്കിൽ അവിടെ തീ പാറണം കഴിഞ്ഞ സീസണിലെ കൂട്ട്. പിന്നെ ഈ ബിഗ് ബോസിന്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് അനീസ് ബൈ. എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കത്തിയിരിക്കുന്ന തീയായിരുന്നു അനീഷെങ്കിൽ ഇപ്പൊ വന്ന് ലാലേട്ടൻ അണച്ചിട്ട് പോയി. എന്തായാലും ഇപ്പൊ നടക്കുന്ന ബിഗ് ബോസ് ഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ പകുതി ആൾക്കാരും ആ 100% ലെവലിൽ നിന്ന് നേരെ കുത്തനെ ഉയർന്ന് 4ാം ക്ലാസ് ലെവലിലോട്ട് പോയേക്കുക. ഒരു ഭാഗത്ത് കുറെ എണ്ണം അങ്ങ് ക്യൂട്ട്നെസ് വാരിയിട്ട് തക്കാളിയും കിഴങ്ങും കട്ട് തിന്നുകൊണ്ട് നടക്കുക. തിന്നാനായിട്ട് പോയതാന്നു ഇതൊക്കെ ബിഗ് ബോസ്. ഓക്കെ, അടുത്ത് എന്തുവാ? ഓക്കെ, സീനായി അടിക്കണം. അല്ല ചുമ്മാ കോപ്പിറൈറ്റ് അടിക്കാതുണ്ടോ? ഞാൻ പറഞ്ഞത് വല്ല കുറ്റമുണ്ടോ? ബിഗ് ബോസ് എന്നെ ഇരട്ടപ്പേര് വിളിച്ചു, എന്നെ പൊട്ടെന്ന് വിളിച്ചു. എന്തുവാടെ ഇത് പൊട്ടെന്ന് വിളിച്ചതിന്റെ പേര് അടിക്കാൻ പോകുന്നു? ഞാനെങ്കിൽ ഇവിടെയുള്ള പിള്ളേരൊക്കെ ശരാശരി എത്ര ദിവസം ഇടികൂടണ്ടേ പിച്ചേന്റെ നുള്ളേന്റെ പേര്. ഇനിയിപ്പോ ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റിട്ട് സ്മാൾ ബോസ് എന്നാക്കുക, അതാകുമ്പോ കറക്റ്റ് ആയിരിക്കും. കുറെ പ്രായമായിട്ട് LKG പഠിക്കുന്ന വിവരം കൊണ്ട് കുറെ എണ്ണം. ഇനി വേറെയും കുറെ പ്രത്യേകതകളുണ്ട്. ഈ 7 സീസണിൽ വെച്ച് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ സീസൺ ഈ സീസൺ ആയിരുന്നു. കുറെ എണ്ണം പറയുന്നതെന്ന് പറയുമ്പോൾ അത് രേണുസുതി വന്നോണ്ടാ അത്ര ആൾക്കാരും കയറിയെന്ന്. ഇതിനകത്ത് എന്തോ കാണിക്കുന്നു. പിന്നെ അനുമോള് തന്നെ അവിടുത്തെ സബ്ജക്ട് കരച്ചില്. ഇവിടെ വന്നത് ബോൾഡായിട്ട് നിൽക്കാനല്ലേ? കഷ്ടം. എന്തായാലും അനുമോക്ക് തന്നെ ഒരു വോട്ട് കൊടുക്കുക കരച്ചിൽ ചിഹ്നത്തി. ഈ സംഭവം എന്താന്ന് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു തരാം. അതിനകത്തെ വഴക്ക് രണ്ടുപേര് ജിസേൽ വേഴ്സസ് അനുമോൾ ആയിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിന്റെ ഡ്രസ്സ് കീറിയപ്പോൾ അനുമോൾ പറഞ്ഞു നിങ്ങളുടെ ഡ്രസ്സ് മാത്രം എപ്പോഴും കീറിപ്പോ ഞങ്ങളുടെ ഒന്നും കീറിപ്പോന്നില്ലല്ലോ എന്ന്.
അന്നേരം ജിസേൽ പറഞ്ഞു നിങ്ങളെ പോലെയല്ല ഞങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ടെന്ന്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ അനിമോൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിസേൽ പറഞ്ഞ ന്യായം, അതും പറഞ്ഞ് കളിയാക്കിയതോ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്തൊന്നും അല്ല പുള്ളിക്കാരി പറഞ്ഞ്. ഇനി എല്ലാവരും ഇതിൻ്റെ അടി വന്ന് നെഗറ്റീവായിട്ട് കമന്റ് ഒന്നും അയക്കേണ്ട. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിച്ചേ. നമുക്ക് അടുത്ത റീൽസ് അപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്ത് എന്തുവാ? രേണു ഈ വർഷം ബിഗ് ബോസിൽ ഉണ്ടാവില്ല. എന്നെ വിളിച്ചിട്ടില്ല മക്കളെ. ഇതാരുടെ എനിക്ക് അയച്ചു തന്നേ? അവിടെ രേണുസുദ്ധി ബിഗ് ബോസിൽ പോയിട്ട് ഇന്ന് ഔട്ടാവും നാളെ ഔട്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണോ നീയൊക്കെ ഇത് എനിക്ക് അയച്ചു തരുന്നേ? ഇതുവരെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ലെന്ന്. ഒരു പ്രാവശ്യം ഞാൻ പറയും, ഇതേപോലുള്ള റീൽസ് ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. സത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ലെങ്ത് കുറവാണെന്നറിയാം. കാരണം നമ്മൾ ഈ 8 ദിവസത്തെ മെയിനായിട്ട് നടന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുത്തേ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാം ഉറക്കവും തീറ്റയും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ മാത്രമേ അതിനകത്ത് നടക്കുന്നുള്ളൂ ഇപ്പം. അപ്പോൾ ഇനിയും പുതിയതായിട്ട് വരുന്ന മണ്ടത്തരങ്ങളും വിവരക്കേടും അങ്ങനത്തെ എല്ലാം നമുക്ക് വീഡിയോസ് ആക്കി ഇടാം. അതിനെല്ലാവരും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ലൈക്കും അടിച്ചേക്കണം. അപ്പം ആ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റും ചെയ്തേക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.